ചതുരശ്ര ഇഞ്ചിന് പൗണ്ടിൽ നിന്നാണ്. അതായത് PSI, പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച്. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഒരു ചതുരശ്ര ഇഞ്ച്, അതായത് 6.5 ചതുരശ്ര സെൻറ്റിമീറ്റർ വിസ്തൃതിയിൽ പ്രയോഗിക്കുന്ന ഒരു പൗണ്ട് ശക്തിയിൽ നിന്നുള്ള സമ്മർദ്ദമായതിനാൽ ഇത് ഒരു ചതുരശ്ര ഇഞ്ചിന് പൗണ്ട് ബലമാണ്. ഈ ബലമാണ് മൃഗം അതിൻ്റെ ഭക്ഷണത്തിന് ചെലുത്തുന്ന സമ്മർദ്ദം. അപ്പോൾ ആർക്കാണ് ഏറ്റവും ശക്തമായ താടിയെല്ലുകൾ ഉള്ളത്? ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ബൈറ്റിംഗ് ഫോഴ്സ് ഉണ്ട് ഇരയെ കീഴ്പ്പെടുത്താൻ. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ബൈറ്റിംഗ് ഫോഴ്സുള്ള മികച്ച 10 മൃഗങ്ങളെ പറ്റിയാണ് KVSൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. 10ാം സ്ഥാനത്തുള്ളത് ഹൈനയാണ്. ഹൈനയുടെ ബൈറ്റിംഗ് ഫോഴ്സ് 1100 PSI ആണ്. അപാര ഭയാനകമായ കിടയറ്റ ബലമുള്ള പല്ലുകളാണുള്ളത്. ഈ പല്ലുകൾ ഉപയോഗിച്ച് ഇരകളെ വളരെയധികം വേഗത്തിൽ കീഴ്പ്പെടുത്തുന്നതിനും ഭക്ഷിക്കാനും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ രുചിയുള്ള മജ്ജ ലഭിക്കാൻ അസ്ഥികൾ വരെ പൊടിച്ച് തിന്നുന്നതിന് വേണ്ടിയിട്ടുള്ള ബലമുള്ള പല്ലുകളാണ് ഹൈനയ്ക്കുള്ളത്. ഈ കഴുതപ്പുലികൾക്ക് കോണാകൃതിയിലുള്ള പ്രീമോളാറുകളും അസ്ഥി ഒടിക്കുന്നതിനും തകർക്കുന്നതിനുമുള്ള പ്രത്യേകതരം പല്ലുകളുമുണ്ട്. ശക്തമായ താടിയെല്ലുകൾക്കും വിശാലമായ മോളാറുകൾക്കുമൊപ്പം ഈ നായ്ക്കളെ പോലെയുള്ള മാംസഭോജികളായ സസ്തനികൾ ശവത്തിൻ്റെ ഒരു ഭാഗവും തന്നെ പാഴാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു. ആമാശയത്തിലെ ഉയർന്ന സാന്ദ്രതയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇരയുടെ അസ്ഥിയെ വരെ ദഹിപ്പിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. 9ാം സ്ഥാനത്തുള്ളത് ഗ്രിസ്ലി ബിയറാണ്. ഗ്രിസ്ലി ബിയറിൻ്റെ ബൈറ്റിംഗ് ഫോഴ്സ് 1160 PSI ആണ്. ഇവയുടെ കടിയുടെ ബലത്തിൽ മൃഗങ്ങളുടെ മാംസത്തിൽ കീറുകയും വലിയ ഇരയുടെ അസ്ഥികൾ തകർക്കുകയും ചെയ്യുന്നു. അവയുടെ കൂറ്റൻ വലിപ്പവും റേസർ മൂർച്ചയുള്ള നഖങ്ങളും ബലമുള്ള പല്ലുകളും കൊണ്ട് ഒരു മനുഷ്യൻ്റെ തലയോട്ടി പതറാതെ തകർക്കാൻ തക്ക ശക്തി ഇവയുടെ ബലത്തിനുണ്ട്. നമ്പർ 8 പോളാർ ബിയർ. പോളാർ ബിയറിൻ്റെ ബൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 1200 PSI ആണ്. അതായത് ഗ്രിസ്ലി ബിയറിനെ പോലെ തന്നെ ഇരയെ കടിച്ച് വലിയ ബലമുള്ള മൃഗങ്ങളെ വരെ മാംസങ്ങൾ വലിച്ചു കീറാനും അതുപോലെ തന്നെ അസ്ഥിയെ തകർക്കാനും പാകത്തിനുള്ള വലിപ്പമുള്ള വലിയ നീളമുള്ള പല്ലുകളും അതുപോലെ തന്നെ റേസർ മൂർച്ചയുള്ള നഖങ്ങളുമാണ് ഉള്ളത്. അതുപോലെ തന്നെ വലിയ മൃഗങ്ങളെ വരെ കീഴ്പ്പെടുത്താൻ ശേഷിയുള്ള ബലം പോളാർ ബിയറിനുണ്ട്. 7ാം സ്ഥാനത്തുള്ളത് ഗൊറില്ലകളാണ്. ഗൊറില്ലകളുടെ ബൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 1300 PSI ആണ്. അതായത് കഠിനമായ ശാഖകൾ ചവച്ചരച്ച് മരങ്ങളിൽ നിന്ന് പുറന്തൊലി കീറുന്ന ശക്തമായ ബൈറ്റിംഗ് ഫോഴ്സുള്ള ഒരു മൃഗമാണെങ്കിലും ഗൊറില്ലകൾ മിക്കവാറും സസ്യാഹാരികളാണ്. അവ തങ്ങളുടെ ശക്തമായ താടിയെല്ലുകൾ ഉപയോഗിച്ച് മരത്തിൻ്റെ വലിയ ശാഖകൾ വരെ മുറിച്ചിടുന്നു. അതിൻ്റെ തൊലി ഉരിഞ്ഞ് വേർതിരിക്കാനും പാകത്തിലുള്ള ഭയാനകമായ ബൈറ്റിംഗ് ഫോഴ്സുള്ള ഒരു മൃഗമാണ് ഗൊറില്ല. 6ാം സ്ഥാനത്തുള്ളത് ബുൾഷാർക്കാണ്. ബുൾഷാർക്കിൻ്റെ ബൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 1350 PSI ആണ്. ബുൾഷാർക്കിന് മറ്റ് സ്രാവുകളേക്കാൾ കൂടുതൽ പല്ലുകളുണ്ട്. ഏത് സമയത്തും ഇരകളെ വളരെ അനായാസം പിടികൂടി ചവച്ചരച്ച് തിന്നാൻ പാകത്തിൽ 350ഓളം പല്ലുകൾ സജ്ജമാണ്. ഈ സ്രാവിൻ്റെ വായ ഒരു കൺവെയർ ബെൽറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. താടിയെല്ലിൻ്റെ അരികിനോട് ചേർന്ന് ഒരു പഴയ പല്ല് വീഴുമ്പോൾ പിന്നിലെ വരിയിൽ നിന്ന് ഒരു പല്ല് അതിനെ മാറ്റി സ്ഥാപിക്കാൻ മുന്നോട്ട് നീങ്ങുന്നു. ഇതിനർത്ഥം അവർക്ക് ഒരു ജീവിതകാലത്ത് 50,000 പല്ലുകൾ വരെ വളർത്താൻ കഴിയുമെന്നാണ്. അതായത് ഈ വളരെയധികം കാഠിന്യവും ഭയാനകവുമായ പല്ലുകൾ ഉപയോഗിച്ച് മൃഗങ്ങളെ വളരെയധികം ബലത്തോടുകൂടി ചവച്ചരച്ച് എല്ലുകൾ വരെ നുറുക്കുവാനുള്ള ബലമുണ്ട് ഈ സ്രാവിന്. 5ാം സ്ഥാനത്തുള്ളത് ജാഗ്വറാണ്. ജാഗ്വറിൻ്റെ ബൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 1500 PSI ആണ്. അതായത് ഒരു മുതലയുടെ വരെ ശരീരം കടിച്ചു കീറാൻ പാകത്തിന് ബലമുള്ള പല്ലുകളുണ്ട് ജാഗ്വറിന്. ആമകളുടെ ഷെല്ലുകൾ വരെ തകർക്കുന്നു എന്ന് പറയുന്നതിൽ അതിശയമില്ല. അത്രത്തോളം ബലമുണ്ട് ജാഗ്വറിൻ്റെ പല്ലുകൾക്ക്. ഇരയുടെ എല്ലുകൾ വരെ കടിച്ചു പൊടിക്കാൻ പാകത്തിനാണ് പല്ലുകളുള്ളത്. ജാഗ്വറുകൾക്ക് എന്തിനേയും ഇരയാക്കാൻ ശേഷിയുള്ള ബലവും കഴിവുമുണ്ട്. ഇവയ്ക്ക് സ്വന്തം ഭാരത്തിൻ്റെ 4 ഇരട്ടി വരെയുള്ള മൃഗങ്ങളെ കൊല്ലാനും വലിച്ചിഴച്ചെടുത്തുകൊണ്ട് ഓടാനുമുള്ള ബലം ഉണ്ട്. തലയോട്ടി തകർക്കുന്ന ബൈറ്റിംഗ് ഫോഴ്സാണ് ജാഗ്വറിനുള്ളത്. 4ാം സ്ഥാനത്തുള്ളത് ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ബൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 1800 PSI ആണ്. ഹിപ്പോയെ വേട്ടയാടാൻ വരുന്ന മൃഗങ്ങളെ പ്രതിരോധിക്കാൻ പാകത്തേക്കുള്ള ബലമുള്ള പല്ലുകളും ശരീരവുമാണ് ഹിപ്പോയ്ക്കുള്ളത്. അതുപോലെ തന്നെ കരയിലുള്ള മറ്റ് ഏതൊരു സസ്തനികളെക്കാളും ഏറ്റവും വലിയ വായയും ബലമുള്ള നീളമുള്ള പല്ലുകളും ഹിപ്പോയ്ക്കുണ്ട്.
ഹിപ്പോയുടെ പല്ലുകൾ സാധാരണയായി 71 സെൻറ്റിമീറ്റർ വരെ കാണപ്പെടുന്നു. അവ തുടർച്ചയായി വളരുന്നു. അതുപോലെ തന്നെ ഹിപ്പോയുടെ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ പല്ല് 122 സെൻറ്റിമീറ്റർ വരെ ആകുന്നു. അതായത് കരയിലും വെള്ളത്തിലും ഒരുപോലെ മറ്റ് മൃഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പല്ലുകൾ ഇവയ്ക്കുണ്ട്. അതായത് മുതലകളെ വരെ വേട്ടയാടാൻ വരുന്ന മുതലകളെ വരെ ഇത് കീഴ്പ്പെടുത്തുന്നു എന്നാണ് സാരം. മൂന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കൻ അലിഗേറ്ററാണ്. അമേരിക്കൻ അലിഗേറ്ററിൻ്റെ ബൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 2125 PSI ആണ്. ഇരകളെ കരയിലും വെള്ളത്തിലും ഒരുപോലെ പതിയിരുന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭയാനകമായി കടിച്ചു മുറിച്ച് അകത്താക്കാൻ ശേഷിയുള്ള ഭീമാകാരനായ ഒരു മൃഗമാണ് അമേരിക്കൻ അലിഗേറ്റർ. ഇവയുടെ ബൈറ്റിംഗ് ഫോഴ്സ് വളരെ മാരകമാണ്. ഇര ഇവയുടെ വായിൽ അകപ്പെട്ടാൽ കഥ കഴിഞ്ഞത് തന്നെ. ഈ അലിഗേറ്ററിൻ്റെ കടി ഒരു ചെറിയ ട്രക്കിനെ ഉയർത്താൻ കഴിയുമെന്ന് ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഏത് വലിയ മൃഗത്തിനെയും കടിച്ചു മുറിച്ച് എല്ലുകൾ വരെ കടിച്ചു മുറിച്ച് ചതച്ച് തിന്നാനായിട്ട് പാകത്തിനുള്ള ശക്തിയുള്ള പല്ലുകളാണ് അമേരിക്കൻ അലിഗേറ്ററിനുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് സാൾട്ട് വാട്ടർ ക്രോക്കോഡൈൽ. സാൾട്ട് വാട്ടർ ക്രോക്കോഡൈലിൻ്റെ ബൈറ്റിംഗ് ഫോഴ്സ് 3700 PSI ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉരകമാണ് സാൾട്ട് വാട്ടർ ക്രോക്കോഡൈൽ. സാൾട്ട് വാട്ടർ ക്രോക്കോഡൈൽ പുരുഷന്മാർക്ക് ഏകദേശം 7 മീറ്റർ വരെ നീളവും 1000 കിലോഗ്രാം ഭാരവും ഉണ്ടാകും. വെള്ളത്തിൻ്റെ അരികിൽ പതിയിരുന്ന് അവർ ഇരയെ പിടിക്കുന്നു. ഇരയുടെ വലിപ്പവും ബലവും ഒന്നും ഇവയ്ക്ക് പ്രശ്നമല്ല. വായിലകപ്പെട്ടാൽ പിന്നെ കഥ കഴിഞ്ഞത് തന്നെ. മിനിറ്റുകൾക്കുള്ളിൽ കടിച്ചു മുറിച്ച് കഷ്ണങ്ങളാക്കാൻ ശേഷിയുള്ള പല്ലുകളും അതിനുവേണ്ട ബലവും സാൾട്ട് വാട്ടർ ക്രോക്കോഡൈലിനുണ്ട്. ഇവ പലപ്പോഴും ജീവനുള്ള ഫോസിലുകൾ എന്ന് വിളിക്കപ്പെടുന്നു. കൂടാതെ 100 ദശലക്ഷം വർഷങ്ങളായി വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുന്ന ഒരു ജീവിയാണ് സാൾട്ട് വാട്ടർ ക്രോക്കോഡൈൽ. ഒന്നാം സ്ഥാനത്തുള്ളത് നൈൽ ക്രോക്കോഡൈലാണ്. നൈൽ ക്രോക്കോഡൈലിൻ്റെ ബൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 5000 PSI ആണ്. അതായത് ഇരയെ വിഴുങ്ങുന്നതിന് മുമ്പ് ചതച്ച് കളയുന്നു ഇവ. എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ബൈറ്റിംഗ് ഫോഴ്സാണ് നൈൽ ക്രോക്കോഡൈലിനുള്ളത്. ഈ നൈൽ ക്രോക്കോഡൈൽ വളരെ ബലമുള്ള പല്ലുകളുള്ള ഒരു ക്രോക്കോഡൈലാണ് നൈൽ ക്രോക്കോഡൈൽ. അതുപോലെ തന്നെ നൈൽ മുതലകൾ ഉപ്പുവെള്ള മുതലകളെക്കാൾ ചെറുതാണെങ്കിലും ശക്തമായ കടിയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇവ മുന്നിലാണ്. നൈൽ മുതലകൾ വെള്ളത്തിനടുത്തേക്ക് കയറാൻ ധൈര്യപ്പെടുന്ന ഏതൊരു ഇരയെയും വളരെ അനായാസം കീഴ്പ്പെടുത്തുന്നു. മികച്ച ബൈറ്റിംഗ് ഫോഴ്സുള്ള മൃഗങ്ങളെയാണ് KVSൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.